காப்பி வந்துச்சா? கூட கொஞ்சம் தண்ணி வாய கொப்பளிக்க. உங்களுக்கு தண்ணி தானே வேணும்? நான் தரேன். ഈ പന്ന പട്ടറ ഞാനൊരു പാഠം പഠിപ്പിച്ചിട്ടുണ്ട് കാര്യം. എപ്പോഴും അവിടെ പുളുത്തിയ ദാഹം വിം തന്നെ പോട്ടെ. പിയൂണെന്ന് പറഞ്ഞ ആരെന്ന് വിചാരിച്ചു? വീട്ടിൽ ജോലിക്കാരനാ. ഒന്നി എന്റെ ജോലി പള്ളിപ്പുറത്ത്, അല്ലെങ്കിൽ അയാൾ വെളിമ്പറമ്പില്. നന്നായിട്ട് കളിക്ക് കൊടുക്കുക. ഇയാടെ ഒടുക്കലത്തെ ദാഹം. இங்க வைடப்பே. அது மேல வைக்காது. தண்ணி காப்பி ரெண்டு சேர்ந்து கொண்டு வந்தாச்சு. நல்ல பையனாகும். சுல்பீக்கர் ഭവാനി ചേച്ചി പഞ്ചാര എടുത്ത്. சாமி ஒன்னு பிடிச்சு தரு சாமி. வர்றேன். நான் ரொம்ப சின்னதா இருக்கு. காலையில இருந்து இதுதான் வேலையா? அம்மா பாடி നാടയല്ലേ വേണ്ടത്? Good morning, Tuber and Tuber. Sorry, wrong number. Good morning, sir. Good morning. चलिया तू चलिया. എന്റെ വിവാഹക്കുറിയാണ് സർ. കൺഗ്രാറ്റുലേഷൻസ്. ഓ ടോണി. ടോണി ഫ്രാൻസിസ്. ആരുമില്ലാത്ത എനിക്ക് സ്വന്തമെന്ന് പറയാൻ ആരെങ്കിലുമായി സർ. അപ്പൊ ഇതായിരുന്നു ക്രോസ് കണക്ഷൻ അല്ലേ? അബ്രഹാത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹ വിവാഹത്താൽ നിങ്ങളെ ബന്ധിക്കുകയും സ്വർഗീയ വരങ്ങൾ നൽകി നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുക. ചെയ്യട്ടെ.
എന്റെ പൊന്ന് പെമ്പറന്നവരെ ആകപ്പാടെയുള്ള ഒരു ആദ്യ രാത്രിയാണ്. ഇരുത്തി നശിപ്പിക്കാതെ ഒന്ന് വേഗം വാ. വാ. നിക്ക് നിക്ക് നിക്ക്. ഒന്ന് പറഞ്ഞോട്ടെ, തെറ്റിദ്ധരിക്കരുത്. പ്രേമത്തിന് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്. നേരത്തെ കണ്ടറിഞ്ഞ് അടുത്തുപോയ വിവാഹമെങ്കിൽ അബദ്ധമാണ്. ഭർത്താവിന്റെ അടുത്തേക്ക് വരുന്ന വരവ് കണ്ടില്ലേ? ചായക്കടയിൽ പിള്ളേര് ചായയായിട്ട് വരുന്ന പോലെ ഒരു മയമൊക്കെ വേണ്ടേ? ഒന്ന് നോക്കി, ഒന്ന് നാണിച്ച്, ചിരിച്ച്, ആ നടത്തത്തിൽ വരെ ഒരു മറ്റവനുണ്ടെങ്കിലേ ഞങ്ങൾ ആണുങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തോന്നും. നീ ഇവിടെ ഇരിക്കും, ഞാൻ കാണിച്ചു. ഇല്ലേ ശരി. ഭർത്താവ് ഭാര്യ. ഭർത്താവ് ഭാര്യ. സമ്മതിച്ചേ? അമ്മായിയും എന്നെ ഇങ്ങോട്ട് തള്ളിവിടും. കണ്ടോ, ഇങ്ങനെ വേണം പ്രഥമ രാത്രി. മനസ്സിലായി? ചെല്ല് ചെല്ല് ചെല്ല്. അങ്ങനെ അങ്ങ് പോയാലോ? ഇനി പ്രഥമ രാത്രി നാളെ, അതായത് രണ്ടാം രാത്രി. ആദ്യ രാത്രിയിൽ ഞാൻ തരാൻ പോകുന്ന സമ്മാനം എന്താണെന്ന് അറിയണ്ടേ? അതല്ല, ഈ ഡ്രോ തുറന്ന് നോക്ക് നോക്ക്. അപ്പൊ ഇന്ന് പ്രത്യേകിച്ച് ജോലികളൊന്നുമില്ല. എയർപോർട്ടിൽ പോകുന്നു, പാർട്ട്ണർ പിക്കപ്പ് ചെയ്ത് ഹോട്ടലിലാക്കുന്നു, വുഡ്ലാൻഡ്സിൽ പോകുന്നു, മസാല ദോശ വാങ്ങുന്നു. ഇവിടെ വരെ താനെന്തായി മോഹം വെറുപ്പിച്ച് നിൽക്കുന്നേ? ഓ അത് ശരി, കുട്ടികൾ ഇപ്പൊ വേണ്ടെന്നല്ലേ പറഞ്ഞുള്ളൂ. കല്യാണം കഴിഞ്ഞ് 3-ാം മാസം വയറുമൊക്കെ വീർപ്പിച്ച് എനിക്ക് വയറും തള്ളിപ്പിടിച്ചപ്പോ നടപ്പ് കാണുമ്പോഴേ കലിയ. അതൊക്കെ ഒരു 3-4 വർഷം കഴിഞ്ഞായാലേ ഒരു രസമുള്ളൂ. ഞാൻ ഏറ്റന്നേ. അതെ ഓ പെണ്ണേ, ഏയ് നീ എവിടെയോ? വിവാഹത്തിന് വരാൻ കഴിഞ്ഞില്ലെങ്കിലും നീ എവിടെ ഉണ്ടോ അവിടെ ഞാനുണ്ട്. അതെ അതെ, നിന്റെ സ്നേഹമൊക്കെ എനിക്കറിയാവടി. എടി, നിന്നോടുള്ള അസൂയ കൊണ്ടാ. ദൈവം പോലൊരു ഭർത്താവ്, സ്വർഗം പോലുള്ള ഒരു വീട്, സ്വന്തമെന്ന് പറയാനൊരു ജോലി, പിന്നെ പോസ് കാണിച്ചാലുണ്ടല്ലോ. പോടി. എങ്കിലും ഉമ്മ വെപ്പിക്കാൻ വേറെ ഒന്നും കണ്ടില്ലല്ലേ?